നാടിനെ നടുക്കിയ വൻ സ്ഫോടനത്തിൽ കാണാതായവർക്കായി ഇന്ന് പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തി. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. നാളെയും കുട്ടംകുളം പാടത്ത് തെരച്ചിൽ തുടരാനാണ് തീരുമാനം. ഇതാണ് മുണ്ടത്തിക്കോട് പാടശേഖരം. പച്ചപ്പിന്റെ മനോഹാരിത എങ്ങും കാണാം. പക്ഷേ ഇപ്പോൾ വെടിമരുന്നിന്റെ രൂക്ഷഗന്ധമാണ്. ഇന്ന് കടാവർ നായ്കളെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പ്രദേശത്ത് 2 ദിവസം കൂടി തിരച്ചിൽ തുടരും. അപകട സമയത്ത് വെടിക്കെട്ടുപുരയിൽ 34 പേർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. അതെ, 34 പേര് നമ്മുടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവർ ഈ രക്ഷപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കുറച്ചിപ്പോൾ ലിറ്റിൽ ഷോക്ക്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ്. അതിലേക്ക് ആവശ്യമുള്ള നമ്മൾ വിൽ കളക്ട് ദി ഡീറ്റെയിൽസ് ഫ്രം ദം. മോർ ഡീറ്റെയിൽസ് അവിടെ എടുക്കും നമ്മൾ. രാവിലെ അപകട സ്ഥലത്ത് നിന്ന് വീണ്ടും പുക ഉയർന്നെങ്കിലും ഫയർഫോഴ്സ് എത്തി അണച്ചു. സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാനുള്ള ശ്രമത്തിലാണ് ബോംബ് സ്ക്വാഡ്. വെടിമരുന്നുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി കേന്ദ്ര ഏജൻസിയായ പെസോയുടെ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ഫോറൻസിക് സംഘത്തിന്റെ കണ്ടെത്തലും നിർണായകമാകും. ക്യാമറമാൻ മാഹിൻ ജാഫറിനൊപ്പം മുണ്ടത്തിക്കോട് നിന്ന് വിപിൻ സി വിജയൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.